ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സാംസ്കാരിക വകുപ്പിനോട് റിപ്പോർട്ട് തേടി വിവരാവകാശ കമ്മീഷണർ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്തുകൊണ്ട് പുറത്തുവിട്ടില്ലെന്ന് വിശദീകരിക്കണമെന്നാണ് നിർദ്ദേശം. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് സലീം മാലിക്കാണ് ചേരുന്നത്. സലീം, എന്തൊക്കെ കാര്യങ്ങളാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്? ക്രിസ്റ്റീന, ഈ അല്പസമയം മുൻപാണ് സാംസ്കാരിക വകുപ്പിനോട് വിവരാവകാശ കമ്മീഷണർ നേരിട്ട് തന്നെ വിശദീകരണം തേടിയിരിക്കുന്നത്. ഇന്നായിരുന്നു ഈ വിവരാവകാശ പ്രകാരം ഈ റിപ്പോർട്ട് ആവശ്യപ്പെട്ട മാധ്യമപ്രവർത്തകർക്ക് റിപ്പോർട്ടിന്റെ പകർപ്പ് നൽകും എന്ന് അറിയിച്ചിരുന്നത്. അതിന് പിന്നാലെ ഈ റിപ്പോർട്ട് നൽകുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് മാത്രമാണ് റിപ്പോർട്ട് ഇന്ന് നൽകില്ല എന്നൊരു അറിയിപ്പ് ടെലിഫോൺ വഴി അത്തരത്തിൽ ലഭിച്ചത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് എന്തുകൊണ്ട് റിപ്പോർട്ട് ഇന്ന് നൽകുമെന്ന് അറിയിച്ചിട്ടും കൊടുക്കാത്തത് എന്നൊരു ചോദ്യം കമ്മീഷൻ ഉന്നയിച്ചത്. വിവരാവകാശ കമ്മീഷണർ ഹക്കീമാണ് റിപ്പോർട്ട് തേടിയത്. ഈ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് സർക്കാരിനോട് ഉത്തരവിട്ടതും വിവരാവകാശ കമ്മീഷണറായ ഹക്കീം തന്നെയാണ്. നിലവിൽ 19-ാം തീയതി വരെയാണ് ഹൈക്കോടതി സർക്കാരിന് ഈ റിപ്പോർട്ട് പുറത്തുവിടാനുള്ള സമയം നൽകിയിരിക്കുന്നത്. അതിനിടയിലാണ് നടി രഞ്ജിനി ഈ സ്വകാര്യതയെ ഹനിക്കുന്ന തന്റെ ഭാഗങ്ങളൊക്കെ എങ്ങനെയാണ്, ഏത് നിലയിലാണ് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയതെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ മൊഴി നൽകിയ തനിക്ക് ആ റിപ്പോർട്ട് അറിയാൻ അവകാശമുണ്ട്. ആദ്യം അതിന്റെ പകർപ്പ് മൊഴി നൽകിയവർക്ക് ലഭിക്കട്ടെ എന്നൊരു ആവശ്യവുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. അത് തിങ്കളാഴ്ച ആ ഹർജി പരിഗണിക്കും. അതിനുശേഷമാകും സർക്കാരിന്റെയും തീരുമാനം. നിലവിൽ വനിതാ കമ്മീഷൻ ഉൾപ്പെടെ ഈ വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തുകയും ചെയ്തു. 19-ാം തീയതി തന്നെ അതിലൊരു തീരുമാനം ഉണ്ടാകുമെന്നാണ് വനിതാ കമ്മീഷന്റെയും പ്രതീക്ഷ. ഏത് നിലയിലുള്ള ഇടപെടലാണ് കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നനുസരിച്ചാവും ഈ വിഷയത്തിൽ സാംസ്കാരിക വകുപ്പും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക. എന്തായാലും വലിയൊരു സസ്പെൻസ് അതുമായി ബന്ധപ്പെട്ട് തുടരുന്നുണ്ട്. കഴിഞ്ഞ ജൂലൈ 24-ന് ആദ്യം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാൻ ഇരുന്നപ്പോഴും മണിക്കൂറുകൾക്ക് മുൻപ് മാത്രമായിരുന്നു കോടതി ഇടപെടൽ ഉണ്ടായത്. എന്തുകൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നില്ല എന്ന് സാംസ്കാരിക വകുപ്പിനോട് ചോദിച്ചിരിക്കുകയാണ് വിവരാവകാശ കമ്മീഷണർ. സാംസ്കാരിക വകുപ്പ് റിപ്പോർട്ട് നൽകണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്.